ജമാഅത്തെ ഇസ്ലാമിക്ക് കുറച്ച് മെമ്പർമാരെ ഉള്ളൂ, എന്തിനാണ് CPM ജമാഅത്തെ ഇസ്ലാമിയെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചില സതുദ്ദേശത്തോടു കൂടിയാണെങ്കിലും ചിലർ സംശയം ഉന്നയിക്കുന്നത്. നേരത്തെ സഖാവ് ജലീൽ പറഞ്ഞിട്ടുണ്ട്. അതായത് അവർക്ക് കുറച്ച് മെമ്പർമാരേ ഉള്ളൂ, പക്ഷേ അവരുടെ പ്രചരണ സംവിധാനം അത് നമ്മൾ കൃത്യമായിട്ട് ഗൗരവത്തിലെടുക്കണം. ഒന്ന്, ലീഗാണ് മുസ്ലിം സമൂഹത്തിൽ താരതമ്യേന സ്വാധീനമുള്ള രാഷ്ട്രീയം. ലീഗിനില്ലാത്ത പ്രചരണ സംവിധാനം ജമാഅത്തെ ഇസ്ലാമി. അതാണ് മീഡിയ വടം. ആ മീഡിയ വടയിൽ നിന്ന് ആശയങ്ങൾ തലച്ചോറിലേക്ക് കയറ്റുന്ന ലീഗുകാരാണ്. രണ്ടാമത് മാധ്യമം പത്രം. മാധ്യമം പത്രത്തിൻ്റെ സർക്കുലേഷൻ നോക്കിയാൽ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ വീടുകളിൽ മാത്രമാണ് അല്ല, ഏറ്റവും കൂടുതൽ ലീഗുകാരുടെ വീടുകളിലേക്ക് പോകുന്ന പത്രമാണ്. ചന്ദ്രിയെ കടത്തിവിട്ടു, അതാണ് സുപ്രഭാതത്തെ കടത്തിവെട്ടിക്കൊണ്ട് മാധ്യമം പത്രം വാങ്ങുന്നവരാണ് മുസ്ലിം ലീഗുകാർ. ഇനി മുസ്ലിം ലീഗ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എടുത്തിട്ടുള്ള നിലപാട് തനി വർഗീയ പ്രചരണം മുസ്ലിം ലീഗ് നടത്തിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ പരിപാടി നടത്തിയത് പേരാമ്പ്ര മണ്ഡലത്തിൽ. അപ്പോൾ പേരാമ്പ്ര മണ്ഡലത്തിൽ അവിടെ പോയപ്പോൾ അവിടെ വിജയിച്ചത് ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എത്ര നെറികെട്ട നിലയിലുള്ള പ്രചരണമാണ് ലീഗ് ഏറ്റെടുത്തത്. മതവികാരം വിളക്ക് വിട്ടു, നമ്മുടെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ലീഗുകാർ വീട് വീടാന്തരം കയറി പ്രചരണം നടത്തി. ലീഗ് എന്താ അവകാശപ്പെടുന്നത്? ഞങ്ങൾ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, തനി വർഗീയതയാണ്. രണ്ട്, കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ മത്സരിച്ചത് CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സഖാവ് PPV മുസ്തഫയാണ്. എന്താ പറഞ്ഞതെന്നറിയും? അദ്ദേഹം ഇസ്ലാം ജീവിതചര്യ പിന്തുടരുന്ന ആളല്ല എന്ന് പറഞ്ഞിട്ട് ആർക്കാ വോട്ട് ചെയ്യിച്ചത്? നോക്കണം. BJPയുടെ നേതാവാകുക മാത്രമല്ല, RSSൻ്റെ കാക്കി ട്രൗസറും വെള്ള ഷർട്ടും കറുത്ത തൊപ്പിയും കൊണ്ട് ദണ്ഡിയെടുത്ത് മാർച്ച് ചെയ്ത ആളെന്ന് മാത്രമല്ല, ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ് ഗോഡ്സെ ചെയ്തിട്ടുള്ള കുറ്റം? ചെറിയ കുറ്റം, മഹാത്മാഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു അല്ലേ? ആ ഭാരത ജയിപ്പിക്കാൻ വേണ്ടി മതവികാരം ഇളക്കിവിട്ട രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് CPIM തീരുമാനിച്ചത് മുസ്ലിം ലീഗിൻ്റെ ഈ കപട രാഷ്ട്രീയം, ഈ വർഗീയത ശക്തമായിട്ട് തുറന്നു കാട്ടണമെന്നാണ്. അത് ശക്തമായിട്ട് നമ്മൾ ഏറ്റെടുക്കുകയാണ്.